ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ അപ്വേർഡ്സും ഡൗൺവേർഡ്സുള്ള ട്രാവേഴ്സിംഗ് ഒക്കെ ഗോ ത്രൂ ചെയ്തു അല്ലേ. ഇനി നമുക്ക് സെയിം ലെവൽ അഥവാ സിബ്ലിങ്സ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മുടെ HTML ഈ എലമെൻറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് UL ഉണ്ട് അല്ലെങ്കിൽ LI ഉണ്ട്. സോ ഞാനൊരു LI സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാരൻറ്റ് UL എടുത്തിട്ട് എങ്ങനെ നമുക്ക് ഹെഡർ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. സോ ഹെഡർ ULൻ്റെ ചെക്ക് ചെയ്ത് ULൻ്റെ പാരൻറ്റും അല്ല ULൻ്റെ ചൈൽഡും അല്ല, സെയിം ലെവലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ സിബ്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് സിബ്ലിംഗ് എലമെൻ്റ് ആണ്. ഓക്കെ, സോ സെയിം ലെവലായതുകൊണ്ട് നമ്മൾ സിബ്ലിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ LI നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് LI എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിന് UL എടുക്കാം. ഓക്കെ, സോ കോൺസ്റ്റ് UL ഈക്വൽ ടു LI ഡോട്ട് LI ഫസ്റ്റ് അല്ലേ ഡോട്ട് പാരൻറ്റ് എലമെൻറ്റ്. എന്നിട്ട് നമ്മൾ UL അടിച്ച് വരുന്നത് നമുക്ക് UL കിട്ടും ഇപ്പോൾ. ഓക്കെ, സോ നമ്മൾ LI എടുത്തു. ഇവിടെ UL നമ്മൾ സിംഗിൾ ആയതുകൊണ്ടാണ്, വേണമെങ്കിൽ സിംഗിൾ ആയതുകൊണ്ട് ഡോക്യുമെൻ്റ് ഡോട്ട് ക്വറി സെൽട്ടർ ഓഫ് UL എന്ന് കൊടുക്കാം കേട്ടോ. പക്ഷേ റിയൽ പ്രൊജക്ട്സൊക്കെ മൾട്ടിപ്പിൾ ULs ഉണ്ടെങ്കിൽ ട്രാവേഴ്സിങ് കുറച്ചും കൂടി മീനിങ് ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് LIന്ന് ULക്കൊക്കെ പോകുന്നത്. ട്രാവേഴ്സിങ് കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമ്മുടെ കൺട്രോൾ UL ഉണ്ട്. ഇനി ഹെഡർ ULൻ്റെ സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിബ്ലിംഗ് എലമെൻ്റ് ആണെങ്കിലും അത് ജസ്റ്റ് മുന്നിലാണ്, ULൻ്റെ മുന്നിലുള്ളതാണ്, മുകളിലല്ല മുന്നിലാണ് ഹെഡർ ഉള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ മുന്നിലത്തെ കിട്ടാനായിട്ട്. സോ അതിന് ഇത് നമ്മൾ പറയുന്നത് മുന്നിലായതുകൊണ്ട് നമ്മൾ പ്രീവിയസ് സിബ്ലിംഗ് എന്നാണ് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് കിട്ടാനായിട്ട്. സോ പ്രീവിയസ് സിബ്ലിംഗ് നോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും വേണമെങ്കിൽ. സോ നമുക്കൊരു ചെക്ക് ചെയ്യാം. നമുക്ക് UL ഡോട്ട് പ്രീവിയസ് സിബ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ പ്രീവിയസ് സിബ്ലിംഗ് വിളിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നത് പ്രീവിയസ് സിബ്ലിംഗ് നോട്ടാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് HTML ഹെഡറിനും ULനും ഇടയിൽ ന്യൂ ലൈൻ സ്പേസസ് ഒക്കെ ഉണ്ട്. സോ ബ്രൗസർ അതിന് ടെക്സ്റ്റ് നോട്ട് ആക്കിയിട്ട് ഡോമിൽ ഇട്ടേക്കാണ്. ഓക്കെ, സോ ചെക്ക് ചെയ്ത ഡാറ്റ ഒക്കെ ഉണ്ട് കഴിഞ്ഞോ /n പിന്നെ സ്പേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ബേസിക്കലി. ഓക്കെ, സോ ഇത് നോഡാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ. അതുകൊണ്ട് പ്രീവിയസ് സിബ്ലിംഗ് കൊടുത്താൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ടെക്സ്റ്റ് നോഡാണ്. അതിൽ ബേസിക്കലി എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ഡാറ്റയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലൈനും കുറച്ച് സ്പേസസും കിട്ടും. സോ ഹെഡർ അല്ല നമുക്കിവിടെ കിട്ടുന്നത്. സോ ഹെഡർ വേണമെങ്കിൽ നമുക്ക് എലമെൻറ്റ് ഓൺലി സിബ്ലിംഗ് വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ UL ഡോട്ട് പ്രീവിയസ് എലമെൻറ്റ് സിബ്ലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറൻ്റ്ലി ഹെഡർ കിട്ടും. ഓക്കെ, ഹെഡർ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു UL ഡോട്ട് പ്രീവിയസ് എലമെൻറ്റ് സിബ്ലിംഗ് കൊടുക്കുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് നിയറസ്റ്റ് പ്രീവിയസ് എലമെൻറ്റ് സിബ്ലിംഗ് ആണ് ഇവിടെ, അതായത് ഹെഡർ ആയതുകൊണ്ടാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. സോ റൂൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നോഡാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. അത് ടെക്സ്റ്റ് നോഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും. പ്രീവിയസ് എലമെൻറ്റ് സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലമെൻറ്റ് മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. ബെസ്റ്റ് ഫോർ HTML ടാഗ്സ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് സിബ്ലിംഗ് നോക്കാം. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീവിയസ് സിബ്ലിംഗ് നോക്കിയില്ലേ. സോ UL നെക്സ്റ്റ് സിബ്ലിംഗ് വരുന്നുണ്ട്, അതാണ് ഇൻപുട്ട്. സോ നമുക്ക് ഇൻപുട്ട് എങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇനി. ഓക്കെ, സോ അതിൻ്റെ ഒരു ഓപ്ഷനാണ് നമുക്ക് നെക്സ്റ്റ് സിബ്ലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. UL ഡോട്ട് നെക്സ്റ്റ് സിബ്ലിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും നമുക്ക് എന്താ വെച്ചാൽ ടെക്സ്റ്റ് നോഡാണ് കിട്ടുന്നത്. സോ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലൈനും പ്ലസ് സ്പേസസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റയിൽ ചെക്ക് ചെയ്ത് ന്യൂ ലൈൻസ് പ്ലസ് സ്പേസസ് ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതൊരു ടെക്സ്റ്റ് നോഡ് ആയതുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. സോ നെക്സ്റ്റ് സിബ്ലിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ന്യൂ ലൈൻ അല്ലെങ്കിൽ സ്പേസസ് ആണ് കിട്ടുന്നത് നമുക്ക്. സോ നമുക്ക് അത് ടെക്സ്റ്റ് നോഡായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് എലമെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ UL ഡോട്ട് നെക്സ്റ്റ് എലമെൻറ്റ് സിബ്ലിംഗ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഇൻപുട്ട് കിട്ടും. സോ ഇതിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഇൻപുട്ട് HTML തന്നെയാണ്. കാരണം ഇൻപുട്ടാണ് നെക്സ്റ്റ് എലമെൻറ്റ് ലെവൽ വരുന്നത്. സോ ഇൻപുട്ട് തന്നെയാണ് നമുക്കിവിടെ കറൻ്റ്ലി കിട്ടുന്നത്. സോ സെയിം ആസ് ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ നോട്ട് കൺസെപ്റ്റ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ. പ്രീവിയസ് സിബ്ലിങ്ങിന് ചിൽഡ്രനും ചൈൽഡ് നോട്ട്സ് കൺസെപ്റ്റ് തന്നെയാണ് പ്രീവിയസ് സിബ്ലിങ്ങിനും നെക്സ്റ്റ് സിബ്ലിങ്സിനും നോട്ട്സിനും വരുന്നത്. സോ പ്രീവിയസ് സിബ്ലിങ്ങും നെക്സ്റ്റ് സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് ആണ്, അത് ടെക്സ്റ്റ് നോട്ട്സ് ആണ്. പ്രീവിയസ് എലമെൻറ്റ് സിബ്ലിങ്ങും നെക്സ്റ്റ് എലമെൻറ്റ് സിബ്ലിംഗ് എന്ന് പറയുന്നത് അത് എലമെൻറ്റ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ റിയൽ ഡോം വർക്ക് നമ്മൾ എന്താ ചെയ്തിട്ട് എലമെൻറ്റ് സിബ്ലിങ്സിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ ട്രാവേഴ്സിങ് ക്വറി സെൽട്ടറേക്കാളും ബെറ്റർ ആണോ എന്ന് വെച്ചാൽ ഞാൻ പറയും ഇത്തിരി ബെറ്റർ ആണ്, സൂപ്പർ യൂസ്ഫുൾ ആണെന്ന് പറയും. കാരണം ഒന്ന് ബ്രൗസർ ഫാസ്റ്ററായിട്ട് ഡോക്യുമെൻറ്റ് മുഴുവൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുക. കാരണം ഡോക്യുമെൻറ്റ് മുഴുവൻ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെവലപ്പറിന് കുറച്ചുകൂടി ഈസിയാണ്. വീണ്ടും സെലക്ടറിന് നമുക്ക് ആലോചിച്ച് വെക്കേണ്ട കാര്യമില്ല ആക്ച്വലി. സോ
ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ട്രാവേഴ്സിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. document.queryShelter ഉപയോഗിച്ച ബ്രൗസറിന് ഹോൾ ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യണം. ട്രാവേഴ്സിങ് പോലെ എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സിങ് കുറച്ചുകൂടി ബെറ്റർ എന്ന് വെച്ചാൽ UL ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത് മാത്രം സെർച്ച് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്യുക്ക് കുറച്ചുകൂടി ചീപ്പ് ഓപ്പറേഷൻസ് ആണെന്നൊക്കെ പറയാൻ പറ്റും നമ്മൾ ഈ ട്രാവേഴ്സിങ് യൂസ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമുക്ക് പൊസിഷൻ അറിയുകയാണെങ്കിൽ അതിൻ്റെ നൈബർ എടുത്താൽ മതിയല്ലോ. സോ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ട്രാവേഴ്സിൽ കമാൻഡ്സ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ നിങ്ങളും അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ബട്ട് ഞാനത് പ്രിഫർ ചെയ്യുക, കാരണം ട്രാവേഴ്സിംഗ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട്. സോ ഇത്രേ ഉള്ളൂ ഇത് സിബ്ലിങ്ങിൻ്റെ സെലക്ഷൻസൊക്കെ. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.